ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളുടെ ലേറ്റസ്റ്റ് നടക്കാൻ പോകുന്ന 10th പ്രിലിമിനറി ബാക്കി സ്റ്റേജസിൻ്റെയും അതുപോലെ VFA എക്സാമിനേഷൻസിനെയും ഒക്കെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്യാതെ. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ പറയട്ടെ, 10th പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും ഉണ്ടായൊരു ഡൗട്ടാണ് NCERT കൂടെ പഠിക്കണമോ എന്നുള്ളത്. ആക്ച്വലി ഒരു LGS ലെവലിന് NCERT ഒന്നും കണ്ടന്റ് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരൊറ്റ വിഷയത്തിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ പലരുടെയും മനസ്സിൽ NCERT കൂടി ഇനി പഠിക്കണമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ NCERT പാഠഭാഗങ്ങളെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വായിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയ്ക്കധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ സെൻറ്റൻസ് വൈസ് ഇങ്ങനെ നോക്കുകയാണെങ്കിലും അതൊക്കെ ചോദ്യമാകാൻ സാധ്യതയുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും NCERT ഒരു ക്ലാസ് എടുക്കാൻ പറയുന്നത് ഇപ്പോൾ അധികം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, കാരണം കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തരണ്ടേ. നമുക്ക് NCERT പാഠഭാഗങ്ങൾ അത്രയ്ക്കുണ്ട്, ഓരോന്നും ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നോക്കാതെ പോകുന്നതിൽ ടെൻഷനുള്ളവരുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ SCERT പാഠഭാഗത്ത് നിന്നാണ് കുറച്ച് കൂടുതൽ ചോദിച്ചത്. അവിടെ NCERT അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും SCERT മസ്റ്റാണ്. അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അധികം ചോദിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ ഞാനിപ്പോൾ SCERT ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ചോദിക്കുകയും ചെയ്തു. ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ, ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ധാരാളം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. 5 തൊട്ട് 10 വരെ ഉള്ളത് മസ്റ്റാണ്, കമ്പൽസറി ആണ് കംപ്ലീറ്റ് പഠിച്ചെടുക്കുക എന്നുള്ളത്. അത് 10th ലെവലിനാണെങ്കിലും ശരി, VFA ആണെങ്കിലും ശരി. ഇത് ഞാൻ പറഞ്ഞു, നമ്മളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ SCERT കണ്ടന്റ് ആണോ NCERT കണ്ടന്റ് ആണോ കൂടുതൽ വരിക എന്നുള്ളത്. ഓക്കെ, പല എക്സാംസ് ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറിയിൽ തന്നെ ചോദിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് NCERT. ഈവൻ LDC പോലത്തെ എക്സാമുകൾക്കും ഈ പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് NCERT ചോദിക്കാതിരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ നമ്മൾ വെൽ സെറ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ SCERT ക്ലാസ്സസ് ഞാൻ ഓൾറെഡി VFA ആണെങ്കിലും 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ കൺസേൺഡ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻസിന് ഉപകാരപ്പെടും. കാരണം അതിലത്തെ കണ്ടന്റ് നമ്മൾ എന്തായാലും പഠിക്കേണ്ടതാണ്. അത് ഏത് തരത്തിലാണെങ്കിലും ചോദിക്കും. ഇക്കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മൊത്തത്തിൽ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി 50+ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിന് മുകളിലായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ NCERT അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ളത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ഈ NCERT മൊത്തത്തിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് നമുക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്ത് ഒരു നോട്ട് പോലെ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെയും മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് അത് അതിൽ ഓരോ സെൻറ്റൻസും ആക്ച്വലി ചോദ്യമായിട്ട് വരാം. പക്ഷേ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് എല്ലാ സെൻറ്റൻസും വായിച്ചെടുക്കാനും പറ്റില്ല. അത് വായിച്ചെടുത്ത് എത്രത്തോളം ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് NCERT പാഠഭാഗം റിലേറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ എക്സാമിനെ വെച്ചിട്ട് +2ൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഞാൻ സോർട്ട് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഫിൽട്ടർ ചെയ്ത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു പറയുന്ന നെക്സ്റ്റ് സ്റ്റേജസിലാണെങ്കിലും അതുപോലെ തന്നെ VFAക്കൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി VFA കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് കിട്ടും. ഓക്കെ, ഞാനത് പ്രൊവൈഡ് ചെയ്യാം. അത് കംപ്ലീറ്റ് അപ്പോൾ ഞങ്ങൾക്ക് SCERT ക്ലാസ്സും കിട്ടും, ഒപ്പം ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പം ഇതുപോലെയുള്ള ചില സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് മാത്രം നമുക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എല്ലാ NCERT പാഠഭാഗങ്ങളും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലൊക്കെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെ മാത്രം ഫിൽട്ടർ ചെയ്ത് ഇത്തരത്തിൽ നോട്ട് തയ്യാറാക്കാൻ അധികം ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും VFAക്ക് ജോയിൻ ചെയ്യുന്നവർക്ക്, VFA കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഈ VFAയുടെ പറഞ്ഞതിൽ SCERT ക്ലാസ് ഉണ്ട് 5 തൊട്ട് 10 വരെ. അത് ഒബ്വിയസ്ലി വീഡിയോ ക്ലാസ്സസ് ആണ്, കംപ്ലീറ്റ് വിത്ത് എക്സ്ട്രാ ഫാക്ട്സോട് കൂടി. ദെൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്, കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് കോർ ഏരിയാസ് വെച്ചിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. കുറേ ഏരിയാസിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓരോ ചെറിയ ഏരിയയിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും. ഓക്കെ, സോ ദാറ്റ് നമ്മൾ ആ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂൾ നോട്ട് പോലെ ഓരോ മാസത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഞാൻ ഫിൽട്ടർ ചെയ്ത് നോട്ട് പോലെ ആക്കി തരുന്നത്. ഒപ്പം ഈ NCERTയുടെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു NCERT ബേസിസിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത്
പറയുന്നത്. അപ്പോൾ VFAയുടെ ഈ പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഇത് കാരണം ഇനി അങ്ങോട്ട് VFAയുടെ എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 3 ഇതായിട്ടാണ്. നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 19, ഒക്ടോബർ 17, ഒക്ടോബർ 31. അപ്പോൾ ഈ ബാക്കിയുള്ള ഘട്ടങ്ങളിലാണെങ്കിലും ഇപ്പോൾ സെപ്റ്റംബറിലാണെങ്കിലും നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിനേക്കാൾ നല്ലത് സെലക്റ്റീവായിട്ട് കുറച്ചും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ടൈമിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിന് ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കാരണം അത്രയും മതി. അല്ലാതെ നമ്മൾ കുറേയധികം കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മളാകെ മിസ്സാവുകയും നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് VFA കൺസേൺഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് VFA കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാം, വായിച്ചു നോക്കാം, അതനുസരിച്ച് റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ ഈ പറയുന്ന നോട്ട്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാപ്റ്റേഴ്സ് കൺസേൺഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫിൽട്ടർ ചെയ്തിട്ടുള്ളൂ, എഴുതി തയ്യാറാക്കിയിട്ടുള്ളൂ. അല്ലാതെയുള്ള വളരെയധികം സെൻറ്റൻസ് വൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് വെറുതെ നമ്മളെ കൺജസ്റ്റഡ് ആക്കുള്ളൂ. ഈ ഒരു ചെറിയ സമയം നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അത് എസ്പെഷ്യലി 10th പ്രിലിംസിനൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് വായിച്ചു നോക്കിയിട്ട് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചാപ്റ്റർ 10 ഗതാഗതവും വാർത്താവിനിമയവും, ഇതിൽ നിന്നാണ് 10th പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫിൽട്ടർ ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ചാപ്റ്ററും കൂടെ +2 നിന്ന് ഞാൻ റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇത് പോയിന്റ്സുകളാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കി ചോദ്യമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇത്രയും ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് NCERT ബേസ്ഡ് മാപ്പുകളും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഓരോ ഇന്ത്യയിലുള്ള നിക്ഷേപങ്ങൾ, ഇപ്പോൾ എണ്ണപ്പാടങ്ങളാണെങ്കിലും കൽക്കരി പാടങ്ങളാണെങ്കിലും അതുപോലെ ഈ ചെമ്പിൻ്റെ നിക്ഷേപം, ഇങ്ങനത്തെ NCERT ബേസ്ഡ് ആയിട്ടുള്ള മാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ വെറുതെ പേര് പറയുമ്പോൾ, പേര് എഴുതിയത് വായിക്കുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് NCERTയിലുള്ള മാപ്പ് തന്നെയാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ ലൊക്കേഷൻ വെച്ചിട്ടെങ്കിലും ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കിട്ടണം. അല്ലാതെയുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ഈ നോട്ടിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10th പ്രിലിമിനറി കൺസേൺഡ് ആയിട്ട് ഈ നോട്ട് കിട്ടണമെന്ന ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ, ഇതിപ്പോൾ ഞാൻ +2ൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സാണ് സെലക്റ്റീവായിട്ട് എടുത്തത്. ഇനി കുറച്ചും കൂടെ ചാപ്റ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യും, സെലക്റ്റീവായിട്ട് എടുത്ത് ഇതുപോലെ തയ്യാറാക്കിയിടും. അപ്പോൾ 10th ലെവൽ കൺസേൺഡ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERTയുടെ നോട്ട്സ് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, 10th ലെവൽ കൺസേൺഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൻ്റെയും PDF-ഉം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ PDF, നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള PDFs ഒക്കെ എൻ്റെ ചാനലിൻ്റെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ലെവൽ 2 മെമ്പർഷിപ്പ് തന്നെ എടുക്കണം. ലെവൽ 2 മെമ്പർഷിപ്പ് എടുക്കാൻ ഈ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതിൽ കുറച്ചധികം PDFs ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്കധികം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണെങ്കിലും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും, എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഞാൻ 10th പ്രിലിമിനറി LGS ലെവൽ എന്നുള്ളതിൻ്റെ ആണെങ്കിൽ അത് ഞാൻ ഈ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്ത ആ ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കുക. കാരണം അവരെല്ലാവരും ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ ടേക്കിന് അതവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനത്തെ ഒരു ഫോർമാറ്റാണ്. വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടാന്ന് തോന്നുന്ന പക്ഷം ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഇത് കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ 3 ചാപ്റ്റേഴ്സിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് +2 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ മാക്സിമം ഫിൽട്ടർ ചെയ്തിട്ടാണ്. കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും സെൻറ്റൻസിൽ പറയുന്നുണ്ട് കുറേയധികം. അപ്പോൾ അത്രയ്ക്ക് എന്താണ് ഭയങ്കര വാസ്റ്റായിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. കാരണം ഒന്നേ ഉള്ളൂ, അത് കുറേയധികം എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആകാൻ പാകത്തിന് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം സെൻറ്റൻസ് ടൈപ്പാണ്. അത് കുറച്ചും കൂടി കൂടിയ ലെവലിലായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലാതെ നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന് ഞാൻ ഇതുപോലെ ആക്സസ് ചെയ്യാൻ പാകത്തിന് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ ബാക്കി എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ NCERT റിലേറ്റഡ് ആണെങ്കിലും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ എങ്ങനെയാണ് അത് നോട്ടായിട്ടാണോ വീഡിയോ ആയിട്ടാണോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.